ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ദേ ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ, കട്ടൻ ചായ ആയിട്ടൊക്കെ. നിങ്ങളെല്ലാവരും വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം. രാവിലെ എന്നത്തെ പോലെ തന്നെ ഇന്ന് ഞാൻ കുറച്ച് മരിച്ചിനി അവിക്കാൻ പോവുകയാണ്. കപ്പ, നിങ്ങളുടെ നാട്ടിലെ കപ്പ ഞാനിത് അവിക്കാൻ പോവുകയാണ്. എല്ലാവരും വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാ കൂട്ടുകാർക്കും വളരെയധികം താങ്ക്സ്. ഞാൻ കുറച്ച് ദിവസം വീഡിയോ ഇടായിരുന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നോട് എല്ലാവരും പറയുമായിരുന്നു വീഡിയോ ഇടണം, ഞങ്ങൾ കാണും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും വളരെയധികം സന്തോഷത്തോടു കൂടി ഇടയ്ക്കിടയ്ക്കൊക്കെ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. ഡെയിലി വീഡിയോ ഇടൽ നിർത്തലാക്കി. എനിക്കതിനോടൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ ഇതാ മനുഷ്യനെ കഴുകി കൊണ്ടൊക്കെ വച്ചതിന് ശേഷം 2-3 പാത്രം കിടന്നു. അതിനെ കൂടെ ഒന്ന് കഴുകി മാറ്റി വച്ചതിന് ശേഷം നമുക്ക് അടുക്കളപ്പണിയൊക്കെ തുടങ്ങാം. ഇവിടെ വെളിയിൽ അടുക്കളയിൽ ചോറിന് അരി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ രാവിലെ മുട്ടക്കറിക്ക് വേണ്ടി മുട്ടയൊക്കെ അവിച്ച് റെഡിയാക്കി. ഇനി കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് വയ്ക്കാം. മരിച്ചിനിതാ ചീനച്ചട്ടിയിൽ വച്ചിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീട്ടുവിശേഷങ്ങൾ. നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാ കൂട്ടുകാർക്കും വളരെയധികം താങ്ക്സ്. എന്നത്തെയും പോലെയുള്ള സാധാ ഒരു അടുക്കളയാണ്. പ്രത്യേകിച്ചുള്ള ഒരു കാരണങ്ങളും ഇല്ല. എന്നെങ്കിലും ഞാൻ ഉടനെ നല്ല പുതിയ വീഡിയോകളുണ്ടാവുമെന്ന് നോക്കി ഇടുന്നതായിരിക്കും. പിന്നെ ഇതാ മരിച്ചിന് റെഡിയായി. അടുത്ത് ചൂരമീൻ കറിക്കും. ചാള മീനാണ് ഇത്, മത്തിയല്ല, നാടൻ ചാളയാണ്. അങ്ങനെ മത്തി ഫ്രൈയും ചൂരക്കറിയും ഒക്കെയാണ്. മരിച്ചിനിയൊക്കെ ഉണ്ട്. ഇതൊക്കെ കൊണ്ടാണ് ഇന്നത്തെ ഉച്ച ഊണ്. രാവിലെ ദോശയും മുട്ടക്കറിയുമാണ്. ദോശയല്ല കേട്ടോ, അപ്പമായിരുന്നു. അപ്പവും മുട്ടക്കറിയാണ്. അങ്ങനെ മരിച്ചിനിയൊക്കെ റെഡിയായി. അതിനെ ഒന്ന് ഇളക്കി റെഡിയാക്കി വയ്ക്കണം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കണോ? എൻ്റെ ഒരു കുഞ്ഞനുജന് സുഖമില്ലാന്ന് പറഞ്ഞു. സുഖം ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ദിവസം വീഡിയോയിലൊന്നും കാണാനില്ലായിരുന്നു. ആളിന് സുഖമില്ല എന്നാണ് അറിഞ്ഞത്. സുഖമാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. സുഖമായി എന്ന് എനിക്ക് തോന്നുന്നു. ഇന്നത്തെ വീഡിയോയിലൊക്കെ മറുപടി തന്നിട്ടുണ്ട്. പിന്നെ ഇതാ അങ്ങനെ മരിച്ചിനിയൊക്കെ റെഡിയാക്കി വെച്ചു. അത് കഴിഞ്ഞ് നമുക്കിന്ന് മീനിനെ ഫ്രൈ ചെയ്യാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അടുത്ത് മുട്ടക്കറി വയ്ക്കാൻ വേണ്ടിയാണ് അടുത്ത് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. അങ്ങനെ ചെറിയ രീതിയിലൊരു മുട്ടക്കറിയും മീൻ ഫ്രൈയും മരിച്ചിനിയായിട്ടൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം. സ്കിപ്പ് ചെയ്ത് കാണരുത്. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ നാട്ടുകാരെല്ലാം ഒരുപാട് പേര് കാണുമെന്നും ഞാൻ വീഡിയോ ഇടാത്തൊരു വിഷമമുണ്ടെന്നൊക്കെ പറഞ്ഞു. അതിലെനിക്ക് ഏറ്റവും വലിയ സന്തോഷമാണ്. ഞാൻ ഇന്നൊരു ചെറിയ ചടങ്ങിൽ ചടങ്ങെന്ന് പറഞ്ഞാൽ ചടങ്ങിലായിട്ട് ഒരു മരണ വാർത്തത്തിന് പോയി. അവിടെ പോയപ്പോഴും എന്നെ ഇതാണ് ബ്ലോഗർ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എന്തോന്നൊക്കെ നാണക്കേട് തോന്നി. പിന്നെ അങ്ങ് ചിരിയായി. പിന്നെ വേറൊരാൾ നിന്നുകൊണ്ട് പറഞ്ഞു അതിനിപ്പോൾ എന്തോന്ന് പരിചയപ്പെടുന്നതിൽ ഇതാണ് ലതികാസ് ബ്ലോഗിൽ ലതിക കാണണമെന്ന് പറഞ്ഞില്ല. ഇതാ ഇപ്പോൾ കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. മമ്മൂട്ടിയും മോഹൻലാലിനെയൊക്കെ കാണാമെന്ന് പറയണത് പോലെ എനിക്കൊരു ചെറിയ കുളിർമയൊക്കെ ഉണ്ടായി. അങ്ങനെ ഞാൻ എന്താ കിഴങ്ങ് കറിയൊക്കെ വയ്ക്കാൻ പോവുകയാണ്. മുട്ടക്കറി വയ്ക്കാൻ പോവുകയാണ്. ഇങ്ങനെ ചില സമയങ്ങളിൽ നല്ല സന്തോഷം കിട്ടുന്ന ഒരു സാഹചര്യങ്ങളാണ് കേട്ടോ. നമ്മളെ ഈ കുഞ്ഞൊരു വീഡിയോ കണ്ടിട്ട് നമ്മളെ കാണണമെന്ന് തോന്നുകയും കണ്ട് സംസാരിക്കണമെന്നൊക്കെ തോന്നുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര എന്തോ മമ്മൂട്ടിയാണോ മോഹൻലാലാണോ എന്നൊക്കെ ഒരു തോന്നൽ വരണുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതാണ്. അങ്ങനെ ഇതോടുകൂടി എൻ്റെ അടുക്കള പണികളെല്ലാം കഴിഞ്ഞു. ഇതാണ് ഇന്നത്തെ ഉച്ച ഊണിൻ്റെ വിഭവങ്ങൾ. മോര് കറി, മുട്ടത്തോരൻ, മീൻ ഫ്രൈ, മീൻ കറി, മുട്ട കറി. എല്ലാവർക്കും താങ്ക് യു. ഗുഡ്